പ്രിയമുള്ളവരെ, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള മീറ്റ് ദ പ്രസ് പരിപാടി ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർക്കായി തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ച മികച്ച പ്രേക്ഷക പ്രതികരണമുണ്ടായ DNA എന്ന നല്ലൊരു സിനിമയുടെ ടീമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സിനിമയിലെ ഒരുപാട് സിനിമകളിലൂടെ നിങ്ങൾക്കെല്ലാം സുപരിചിതനായ നടൻ, മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട ബാബു ആന്റണി ഈ മീറ്റ് ദ പ്രസിൽ സംബന്ധിക്കുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് മികച്ച സിനിമകൾ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന പ്രധാനപ്പെട്ട സിനിമകൾ ഒരുപാടുള്ള ശ്രീ സംവിധായകൻ TS സുരേഷ് ബാബു. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ചില പ്രധാന സിനിമകൾ നമ്മൾ ഓർക്കും. കോട്ടയം കുഞ്ഞച്ചൻ പോലെയുള്ള സിനിമകൾ. അദ്ദേഹത്തെയും ഞാൻ ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സിനിമയിലൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്ത ശ്രീ അഷ്കർ സൗദാൻ മികച്ച അഭിനേതാവാണ്. ഞാൻ ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിലേക്ക് അഷ്കർ സൗദാനെ സ്വാഗതം ചെയ്യുന്നു. ഹന്ന കോശി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ബിഗ് ബോസ് ഫെയിം സജിന ഈ സിനിമയുടെ പ്രധാന ഭാഗമാണ്. ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി, പ്രസ് ക്ലബിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എത്തിയിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ ആദ്യം ഇതിന്റെ ഡയറക്ടർ ശ്രീ TS സുരേഷ് ബാബു സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. DNA ടീമിൻ്റെ നമസ്കാരം. പടം റിലീസായി നല്ല റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും, എൻ്റെ ടീമിന് തന്നെ നല്ല പേരും കാര്യങ്ങളാണ്. അത് എൻ്റെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ബാക്കി ഇവരൊക്കെ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. പിന്നെ DNA സുരേഷ് ബാബു പറഞ്ഞാൽ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് അതിന് മറുപടി പറയാമല്ലോ. ഒരാളോട് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമസ്കാരം. DNAയുടെ മൂവിയെക്കുറിച്ച് പറയാനാണ്. സാറിനോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ സുരേഷ് ബാബു സാറ്, നമ്മുടെ സുരേഷ് ഏട്ടൻ, അതേപോലെ ഹന്ന, അഷ്കർ, ഇതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ഇതുപോലെ നമ്മൾ മാത്രമല്ല കുറേ നിരവധി ആർട്ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത്. വലിയ വലിയ ഫേമസ് ആർട്ടിസ്റ്റുകളാണ്. ഇവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഭാഗ്യമാണ്. അപ്പം ബാക്കി ഇനി അങ്ങോട്ട് നമുക്ക് ക്വസ്റ്റ്യൻ്റെ അനുസരിച്ച് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അഷ്കർ സൗദാൻ കൊടുക്കാം. അദ്ദേഹത്തിന് അദ്ദേഹം പറയും. അദ്ദേഹം പടത്തിൻ്റെ നായകനാണ്. ബാക്കി ഡീറ്റെയിൽ അദ്ദേഹം പറയും. നമസ്കാരം. ഞാൻ പ്രസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നൊരു സംഭവമാണ്. ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബ് എന്നൊക്കെ പറയുമ്പോൾ കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് എനിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. അതും DNA സിനിമയുടെ പ്രൊമോഷനായിട്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. ട്രിവാൻഡ്രത്ത് ഞാൻ ഒരുപാട് വർഷം ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സീരിയൽ കാര്യങ്ങൾ വേനൽമഴ കുറേ സീരിയലൊക്കെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രതീഷേട്ടൻ്റെ, നമ്മൾ പഴയ നടൻ രതീഷേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ പത്മരാജ രതീഷ് ഞങ്ങൾ DNAയിലുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ, അവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പത്മരാജൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി, രതീഷേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അതുപോലെ എൻ്റെ ഏറ്റവും ഗുരുതുല്യനായ TS സുരേഷ് ബാബു സാറിൻ്റെ കൂടെ എനിക്ക് പടം വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. DNA നല്ല രീതിയിൽ പ്രൊമോഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട്. മാക്സിമം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ തിയേറ്ററിൽ നന്നായിട്ട് ഓടുന്നുണ്ട്. കുറച്ച് തിയേറ്ററിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ദൈവം കാത്തെല്ലാം നന്നാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ നായകനായിട്ട് അഭിനയിക്കാൻ പറ്റും. നായകൻ എന്നോ വില്ലൻ എന്നോ ഞങ്ങൾ പറയുന്നില്ല. പലർക്കും അറിയാം. കാരണം നമ്മൾ മലയാളികൾ ഒരിക്കലും
ഇതിൽ ആരാണ് വില്ലൻ, ആരാണ് മോശം, ഇതുവരെ ഞങ്ങൾ റിപ്പോർട്ടിലൊന്നും കണ്ടില്ല. ആരാണ് ഇതിൽ കില്ലറെന്നോ ഒന്നും ആരും പറഞ്ഞു കേട്ടില്ല. സാറിന് സോഷ്യൽ മീഡിയയിൽ പറയും, എല്ലാ മലയാളികളും പറയും ഇത് വില്ലനാണ്, ഇന്ന ആളാണെന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് പറഞ്ഞ്, കാരണം CBI വന്നാൽ ഇന്ന ആളാണ് വില്ലൻ. നമ്മുടെ പടത്തെ പറ്റി അങ്ങനെ മോശമായിട്ട് ആരും ഇത് ചെയ്തിട്ട് റിവീൽ ചെയ്തിട്ടില്ല ആരെ വില്ലൻ. അത് മലയാളികൾക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും, അല്ലെ സ്നേഹം കൊണ്ടായിരിക്കും. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ട്രിവാൻഡ്രത്ത് വേറൊരു മൂവിയുടെ ഷൂട്ട് 2 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. സോ അന്നേരമൊക്കെ ഐ യൂസ് ടു പാസ് ത്രൂ ദിസ് റോഡ്. അപ്പോൾ ഇതിങ്ങനെ കാണാറുണ്ട്. ബട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ പ്രസ് ക്ലബ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നതും ഇവിടെ നിങ്ങളെല്ലാവരും മുന്നേ ഇരിക്കാൻ പറ്റിയ ഒരു ഭാഗ്യം കിട്ടി. താങ്ക് യു സോ മച്ച്. എന്താണെങ്കിലും നമ്മുടെ മൂവി തിയേറ്ററിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. സോ വി ആർ സോ ഹാപ്പി ആസ് എ ടീം. ഞങ്ങളുടെ ഹോൾ DNA ഫാമിലി വി ആർ ഹാപ്പി ബിക്കോസ് കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു. സോ കൂടുതൽ ഞങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യണം, കൂടുതൽ തിയേറ്ററിലേക്ക് എത്തിക്കണം, കൂടുതൽ പ്രേക്ഷകർ കാണണം. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പം ഒത്തൊരുമിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി. ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ ഒത്തിരി താങ്ക്സ്, ബിഗ് താങ്ക്സ് ടു സുരേഷ് ബാബു സർ ആൻഡ് ഓൾസോ പ്രൊഡക്ഷൻ ഹൗസ്. സോ എനിവേ എന്താണെങ്കിലും തിയേറ്റർ കാണാത്തവർ കാണണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ബട്ട് എനിവേ താങ്ക് യു ഫോർ സപ്പോർട്ട്. താങ്ക് യു. ഇതിൻ്റെ ഒരു ഔട്ട്ലൈനോടെ പറയാം. ഇത് KV അബ്ദുൾ നാസർ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫിലിമാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ഒക്കെ ഇനി സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയാം. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ പറഞ്ഞ് പറയാം. അഷ്കരേട്ടനോടാണ് ചോദ്യം. ഇപ്പോൾ DNA എന്ന് പറയുന്ന ഒരു പടം തുടക്കമേ വന്നപ്പോൾ തന്നെ അഷ്കരേട്ടൻ്റെ ഒരു ഫേസും കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് റിവീൽ ചെയ്ത് നായകനായതുകൊണ്ട് തന്നെ അങ്ങനെയായിരുന്നല്ലോ വന്നിരുന്നത്. മമ്മൂക്കയുടെ ഫാമിലിയിൽ നിന്ന് ഒരു നടൻ കൂടി എന്ന് പറഞ്ഞിട്ടായിരുന്നു നമുക്ക് തുടക്കം തന്നെ വന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ഇത് അഭിനയിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ഞാൻ മമ്മൂക്കയുടെ ഫാമിലിയിൽ നിന്ന് വന്നൊരാളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ രീതിയിലും സിനിമ സീരിയലിലും ആൽബത്തിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചു വന്ന ഒരാളാണ്. വന്ന് ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്തു, ചെറിയ സിനിമകൾ ചെയ്തു. ഇതൊരു വലിയൊരു പടത്തിലേക്ക് വരും ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് മമ്മൂക്കയുടെ പേര് കളയാൻ പറ്റത്തില്ലല്ലോ. പണി അറിയില്ലെങ്കിൽ പരിപാടി വിട്ടു. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അതെല്ലാ മിസ്റ്റേക്കുകളും ക്ലിയർ ചെയ്യുന്ന എൻ്റെ ഡയറക്ടറാണ് T. സുരേഷ് ബാബു സാറാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അദ്ദേഹം അതിനെ ക്ലിയർ ചെയ്യുന്നു. നമുക്ക് ഏറ്റവും വലിയ ടെൻഷനുള്ള പരിപാടിയല്ലേ ഇങ്ങനെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു മോശം പേര് വരരുത്. നമ്മൾ എന്ത് ചെയ്താലും അങ്ങനത്തെ ഒരു മോശം പേര് വരരുത്. നമ്മൾ എങ്ങനെ മൂവ് ചെയ്യാനും ടെൻഷനാണ്. ഇങ്ങനെ ഇല്ല, അദ്ദേഹം ഇല്ലായിരുന്നു നമ്മൾ ഫ്രീ ബേഡ് ആണെങ്കിൽ നമുക്ക് ഓക്കെ അല്ലേ. ഒരുപാട് പേരുണ്ട്. നമ്മൾ ഇങ്ങനെ നടന്ന കുറ്റം, അങ്ങനെ നടന്ന കുറ്റം, ഇങ്ങനെ നടന്ന കുറ്റം എല്ലാം പ്രശ്നമാണ്. ഒരുപാട് സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ മാക്സിമം നമ്മൾ എല്ലാവരും എന്തിനാണ് നമ്മളൊരു ജോലി ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് എല്ലാവരും നമ്മുടെ കുടുംബം കൊണ്ടുപോകാനും അല്ല നമ്മുടെ ലൈഫ് സെറ്റിൽ ആകാൻ വേണ്ടി, നമ്മുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പേടിയെന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനുണ്ട്. അതെല്ലാം ഡയറക്ടർ സാറിൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തത് അദ്ദേഹം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തന്നു. ഫൈറ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ചിത്രവും കൂടെ ആയിരുന്നു DNA. ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ഫൈറ്റ് സീൻസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഫൈറ്റ് സീക്വൻസ് നല്ലതായിരുന്നു. ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഇതിനകത്ത് 5 ഫൈറ്റില്ല സാർ, 6 ഫൈറ്റ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരുപാട്, നമ്മളിപ്പോൾ പറയല്ലേ, എനിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്ത് ആക്ഷൻ പറയുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്കൊരു ആവേശം ഉണ്ടാവും, നമുക്ക് ചെയ്യണം. ഒരുപാട് സീക്വൻസ് ഞാൻ തന്നെ കറക്റ്റായിട്ട് ചെയ്തത്. ഡൂപ്പ് മാക്സിമം ഒരുപാട് ഡൂപ്പുകൾ ചെയ്തിട്ടില്ല, ഡൂപ്പിന് വെച്ചൊന്നും ചെയ്യാതെ മാക്സിമം ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ സാറ് നിർബന്ധമായിരുന്നു അഷ്കർ തന്നെ ചെയ്യണം, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ അങ്ങനെ ആ ഒരു സ്റ്റൈല് തന്നെ ചെയ്യണമെന്ന് സാറ് നിർബന്ധം ഉണ്ടായിരുന്നു. അത് ഞാൻ മാക്സിമം എന്നെ കൊണ്ടാകാവുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കിട്ടിയൊരു അവസരമല്ലേ, ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് എങ്ങനെയാണേലും നമ്മളത് യൂസ് ചെയ്യാന്നുള്ളതല്ലേ. നമ്മുടെ ആഗ്രഹമായിരുന്നു സിനിമ വരണം, അപ്പം അത് ഇന്നത് വേണ്ട എന്നുള്ളതല്ലല്ലോ. നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. ചില കാര്യങ്ങൾ പറയാം, അഷ്കർ നീ റിസ്ക് എടുക്കേണ്ട, റിസ്ക് എടുക്കേണ്ടെന്ന് പറയും. അവർ കുഴപ്പമില്ല ഏട്ടാ, നോക്കാം, അത് നോക്കാം, എത്രത്തോളം വരുമെന്ന് നമുക്ക് നോക്കാം. കുറേ കാര്യം എല്ലാം മാക്സിമം എന്നെ കൊണ്ടാകാവുന്ന എല്ലാം മാക്സിമം ഞാൻ പടത്തിൽ ചെയ്തിട്ടുണ്ട്. പടം ഇറങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചത്തോളം ആയിട്ടുണ്ട്.
പടം കഴിഞ്ഞ ശേഷം മമ്മൂക്ക വിളിക്കുക അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിരുന്നു. മമ്മൂക്ക വിളിച്ചങ്ങനെ ആരോടൊന്നും പറയത്തില്ല. അത് ഡയറക്ടർ സാർ എന്നെക്കാളും സീരിയസ് ആയിട്ടിരിക്കുന്ന ഡയറക്ടർ സാറുമായിട്ടുള്ള അവർ തമ്മിലുള്ള ഒരു രഹസ്യം തങ്ങളുണ്ടാവും. അത് എന്റെ വകുപ്പിൽപ്പെട്ടതാണ്. അല്ല എന്തെങ്കിലും പറഞ്ഞോ തീർച്ചയായും അതിന്റെ പടം കാണണമെന്ന് പറഞ്ഞു. ഇതിന്റെ ലോഞ്ച് ടൈറ്റിൽ ലോഞ്ച് ചെയ്തതെന്ന് അദ്ദേഹമാണ്. ഞാൻ വെറുതെ അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തിന്റെ ഓൺലൈനിൽ കൂടെ ഒന്ന് കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞോളൂ. അതേപോലെ അത് പറ്റില്ല എന്ന് പറയാം ആദ്യമേ. ഞാൻ ചോദിച്ചത് എന്താണിത്? അപ്പം പറഞ്ഞു ഞാൻ എവിടെ നിൽക്കണോ അവിടെ വന്ന് ഞാൻ ലോഞ്ച് ചെയ്തു തരാം, ടൈറ്റിൽ ലോഞ്ച് എന്ന് ഇങ്ങോട്ട് പറയാൻ അദ്ദേഹം ചെയ്തത്. അപ്പോൾ അത്രയും ആത്മാർത്ഥമുണ്ടല്ലേ. അപ്പോൾ പടം തീർച്ചയായിട്ടും കാണണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. അതുകൊണ്ടാണ് വന്ന ഉടനെ അദ്ദേഹം കാണും, പടം കാണും. അതിന് മുമ്പും അദ്ദേഹത്തിൻ്റെ മറ്റേ പ്രൊമോഷനായിട്ട് ഇതായിരുന്നു. വന്ന ഉടനെ തീർച്ചയായിട്ടും അദ്ദേഹം പടം കാണും. അദ്ദേഹം പക്ഷെ അന്വേഷിച്ചു, ഡീറ്റെയിൽ അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ മാനേജറും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പടം കാണണം എന്ന് പറഞ്ഞ് അവരെല്ലാം ഒന്ന് കണ്ടു. അതെൻ്റെ വകുപ്പിൽപ്പെട്ടാണ് മമ്മൂക്കയുടെ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ ഒരു ഞാൻ പറയാം, ബാക്കിയുള്ളവർ പറയാം. ഇതിൻ്റെ ഒരു തിരക്കഥാ സംഭാഷണം സ്ക്രിപ്റ്റ് ചെയ്തത് എ കെ സന്തോഷാണ് ചെയ്തിരിക്കുന്നത്. മാക്സിമം നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ വർക്ക് ചെയ്തത് രവിചന്ദ്രൻ ആണ്. എഡിറ്റിംഗ് ജോൺ കുട്ടി, അദ്ദേഹമാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള മേക്കപ്പ് 2-3 പേര് മാറി ചെയ്യേണ്ടി വന്നു. നാഗരാജൻ, എൻ്റെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ കോസ്റ്റ്യൂമർ, അദ്ദേഹമാണ് എൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് 4 ഫൈറ്റ് മാസ്റ്റേഴ്സ് ആയിരുന്നു. പിന്നെ ബാക്കി VFX ചെയ്തിരിക്കുന്നത് മഹേഷ് കേശവ്, അദ്ദേഹമാണ് ഭംഗിയായിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ വിഷ്വൽ മാക്സിമം സപ്പോർട്ടായിരിക്കുന്നത്. ബാക്കിയെല്ലാം ഹൈ ടെക്നീഷ്യൻസ് ആയിരുന്നു. നമ്മുടെ ഇതിനകത്ത് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ മേടയിൽ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ മേടയിൽ, അസോസിയേറ്റ് ഡയറക്ടർ വൈശാഖ്, എൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കൺട്രോളർ ഇൻചാർജ് എന്നുള്ളത് അനീഷ് പെരുമ്പിലാവാണ്. ഡിസ്ട്രിബ്യൂഷൻ സെഞ്ചുറിയാണ്. അത്രയുള്ളതാണ്. ഇനി നേരെ ഡീറ്റെയിൽസ് ഒക്കെ തന്ന പേപ്പറിലുണ്ട്. ഇനി ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. വന്നപ്പോഴേ ഒന്ന് നോട്ട് ചെയ്തായിരുന്നു. പിന്നെ പിടിച്ചോളാം. ശരീരത്തിന്റെ പ്രകൃതി കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബാബുച്ചേട്ടൻ്റെ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പർലി കാസ്റ്റ് ചെയ്യപ്പെടുന്ന വില്ലൻ വേഷങ്ങളിലാണ് കൂടുതലും വരുന്നത്. എപ്പോഴെങ്കിലും വില്ലൻ വേഷങ്ങളിലേക്ക് മാത്രം ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല, ഞാൻ വന്ന കാലഘട്ടത്തിൽ, അതായത് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സങ്കല്പമായിരുന്നു. വളരെ ചുമന്ന് തുടുത്ത് നല്ല പുഷ്ടിയുള്ള ശരീരമുള്ള അങ്ങനെയുള്ള ആളായിരുന്നു. വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസ് ഉണ്ടെങ്കിൽ, മസിൽസും അതുപോലെ ആണെങ്കിൽ അവൻ വില്ലനാണ്. കാരണം ഹീറോയ്ക്ക് അടിക്കാൻ ഒരു മുതല് കിട്ടി എന്നുള്ളൊരു സംഭവത്തിന് ആ ഒരു കോൺസെപ്റ്റ് നിറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ സിനിമയിൽ വന്നത്. ഭരതനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചിലമ്പനകത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 7 വർഷം ഞാൻ വില്ലനായിട്ട് കണ്ടിന്യൂ ചെയ്തു. അതിനിടയ്ക്ക് വൈശാലി, അപരാഹ്നം, ശയനം അങ്ങനെയുള്ള പിന്നെ ഉപ്പുകണ്ടം ബ്രദേഴ്സ് അങ്ങനെയുള്ള സിനിമകൾ ചെയ്തു. അപ്പോൾ ഉപ്പുകണ്ടം ബ്രദേഴ്സ് ഞാൻ ഹീറോ ആകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു. ഉപ്പുകണ്ടം ബ്രദേഴ്സ് നല്ല ഗൈഡ് കിട്ടുകയും ഒരു ഹീറോ പരിവേഷം എനിക്ക് ആ സിനിമ തന്നു. അത് കഴിഞ്ഞ് ഗാന്ധാരി വന്നു. അപ്പോൾ തന്നെ ഒരു 7 വർഷം ഞാൻ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഈ സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ പോയി അടിമേടിക്കുക, ഹൈദരാബാദിൽ പോയി അടിമേടിക്കുക, ചെന്നൈ പോയി അടിമേടിക്കുക, തിരിച്ച് മലയാളത്തിൽ വന്ന് മമ്മൂക്കയുടെ മോഹൻലാലിൻ്റെ അടിമേടിക്കുക. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പിൽ പോയിക്കൊണ്ടിരുന്നത്. 7 വർഷം കഴിഞ്ഞപ്പോൾ ഐ ബിക്കേം എ ഹീറോ. അപ്പം അങ്ങനെയാണ് ഗാന്ധാരി, പൂർണ്ണ പ്രദേശം കഴിഞ്ഞ് ഗാന്ധാരി, ഭരണകൂടം, ചന്ത, കടൽ, സ്പെഷ്യൽ സ്ക്വാഡ്, അങ്ങനെ ഒരു 10 പടം ഒരുമിച്ച് ഹിറ്റായി. അങ്ങനെയാണ് ഞാൻ ഹീറോ പരിവേഷം ആവുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ബ്രേക്ക് വന്നു. US പോയി മാരേജ്, കല്യാണം കഴിഞ്ഞ് അവിടെ കുറച്ച് സെറ്റിൽ ചെയ്തു. കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇടയ്ക്ക് ഞാൻ ബാബുവിൻ്റെ കൂടെ കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു. പിന്നെ കായംകുളം കൊച്ചുണ്ണി, ഗ്രാൻഡ് മാസ്റ്റർ, ഇടുക്കി ഗോൾഡ്, പിന്നെ മദനോത്സവം. അപ്പം അങ്ങനെ കുറേ പടങ്ങൾ വരുന്നു. അപ്പോൾ അതും ഒരു എന്താ പറയുക, ഒരു തിരിച്ചുവരവിൻ്റെ ഒരു പാതയായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ഒരു ഹീറോ സംഭവത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ശരീരഘടന എന്ന് പറയുന്നത് നമ്മൾ ആ കഥാപാത്രം ആകാനേ പറ്റുള്ളൂ. ഇപ്പോൾ അപരാഹ്നത്തിലെ നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം എനിക്ക് തന്നപ്പോൾ ഞാൻ ഏകദേശം ഒരു 88 കിലോ നല്ല മസ്കുലറാണ്. നല്ല ഇതൊക്കെ ചെയ്ത് ഹീറോ ആകാനുള്ള ഒരു സംരംഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം
ആ ഡയറക്ടർ പറഞ്ഞു ഇത് ഈ ഒരു ശരീരം നമ്മുടെ നന്ദകുമാറിന് പറ്റില്ല. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു ബാബുവിനെ ഒരിക്കലും ഇത് മാച്ചാവില്ല, അയാൾ എങ്ങനെ ഇത് ചെയ്യുന്നു. അപ്പോൾ എന്നോട് ഡയറക്ടർ പറഞ്ഞു പുള്ളിയുടെ ഫാദറിൻ്റെ ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു, പഴയ ബനിയനുണ്ട്, കുറച്ച് കീറുകളൊക്കെ ഉള്ളു, പുള്ളിയുടെ ഫാദറിന്. ബാബു ഇതിൽ ഫിറ്റാണോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു 10 വെയിറ്റ് കുറച്ച് നമ്മൾ അങ്ങനെ ഫിറ്റ്. അപ്പോൾ ഓരോ പടത്തിലും നമ്മുടെ ശരീരഘടന മാറ്റിയെടുക്കണം. പിന്നെ ബോഡി ലാംഗ്വേജ്, ഇപ്പം അതായത് വൈശാലിയിലെ രാജാവിൻ്റെ ബോഡി ലാംഗ്വേജ് ഒരിക്കലുമല്ല കടലിലെ ബാബുട്ടിക്ക്, അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററിനകത്തെ ആ ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കത്തില്ല ഈ മദനോത്സവത്തിൽ വന്നത്. അപ്പോൾ നമ്മൾ മാറി മാറി ചിന്തിക്കുക, മാറി മാറി പെർഫോം ചെയ്യുക. ഡയറക്ടർക്ക് എന്താണ് അല്ലെ സ്ക്രിപ്റ്റ് എന്താണ് ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ വന്ന കാലഘട്ടത്തിനെ പറ്റി പറഞ്ഞില്ല, അതിപ്പം മാറി. ഇപ്പം മസിൽസ് ഉണ്ടെങ്കിൽ ഹീറോ ആണ്. ആ ഒരു ഭയങ്കര ചേഞ്ച് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ബോഡി ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് വിത്തൗട്ട് മസിൽസ് ഹീറോ അല്ല. അന്ന് താടി ഉണ്ടെങ്കിൽ വില്ലനായിരുന്നു, ഇന്ന് ഹീറോയ്ക്ക് താടി വേണം, തമിഴ് താടി മസ്റ്റായി ഇപ്പോൾ. അപ്പം അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ചേഞ്ചസ് വരും. ഇനിയിപ്പോൾ അടുത്ത എന്താണ് ബാബു? പ്രോഗ്രാംസ് ഉണ്ട്, 1-2 പ്രോഗ്രാംസ് ഉണ്ട്, അത് പറയാം. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ബാബുവിനെ വെച്ച് കൂടിക്കാഴ്ച ഒരു അനക്കം ഉണ്ടായിരുന്നു. പിന്നെ അത് ഉപ്പ് കണ്ടാൻ വന്നു. അതിനുശേഷം അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല, അതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പിന്നെ ഒരു പടം ചെയ്തിട്ടില്ല. DNA ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ എൻ്റെ ആർട്ടിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അത് ശ്യാം കാർത്തികേയനാണ് ചെയ്തത്, മനോഹരമായിട്ട് ചെയ്തത്, നാച്ചുറലായിട്ട്. കാരണം അതൊരു സെറ്റ് വർക്കാണെന്നൊന്നും തോന്നുന്നില്ല, എന്നാൽ സെറ്റും അല്ല, എന്നാൽ സെറ്റ് വർക്കുമാണ്. അതങ്ങനെ അദ്ദേഹം മാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും നല്ലത് മാർക്കറ്റിംഗ് ആൻഡ് കോണ്ടന്റ് ക്വാളിറ്റി ആണോ അല്ലെങ്കിൽ കോൺട്രാവേഴ്സി ആണോ? ഒന്നും കൂടെ ചോദിച്ചാൽ അതായത് ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത് മാർക്കറ്റിംഗ് ആണോ, മാർക്കറ്റിംഗും കണ്ടന്റ് ക്വാളിറ്റിയും ആണോ, കോൺട്രാവേഴ്സി ആണോ? അത് ഞാൻ ചോദിക്കാൻ കാരണം റോയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ ഇറങ്ങിയതിൽ ഒരു ഇന്റർവ്യൂയി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ രണ്ടുപേരും നല്ല ശോഭനയായി ഇറങ്ങി പോകുന്നു. അപ്പോൾ അത് ഒരു സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്ക് പേഴ്സണലി ഒരു ഡൗട്ട് തോന്നി ആക്ച്വലി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞാനിപ്പോഴും പറയണത് നല്ലൊരു സിനിമയ്ക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം, നല്ലൊരു ഡയറക്ടർ വേണം, നല്ലൊരു പ്രൊഡ്യൂസർ വേണം, കഥാപാത്രങ്ങൾ വേണം. അല്ല മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിംഗ് കോൺട്രവേഴ്സി ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ അത് നമ്മൾ ക്ലിയർ ചെയ്ത് വിട്ട കാര്യങ്ങളാണ്. അത് ഡിലേറ്റഡ് ആണ്. പക്ഷെ നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു കഥാപാത്രങ്ങൾ, നല്ലൊരു ഡയറക്ടർ, നല്ലൊരു പ്രൊഡ്യൂസർ, നല്ലൊരു സംഭവം കിട്ടി കഴിഞ്ഞാൽ അല്ലാതെ മാർക്കറ്റിംഗ് ചെയ്യാൻ നമ്മൾ അതൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, ഒരു പ്രോഗ്രാം നമ്മളെല്ലാവരും എല്ലാവരും കണ്ടു. അതിൽ ആ ഒരു അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഡിലേറ്റ് ചെയ്ത് പോയാൽ കഴിഞ്ഞു അതാ പടത്തിന്റെ അതല്ല പേഴ്സണൽ സെപ്പറേറ്റ് ചോദിക്കാം. ഇത് നമ്മള് പടത്തിനെ പറ്റിയുള്ള ഒരു മീറ്റിംഗ് ആണ്. DNA പറ്റി ചോദിക്കും. ബിഗ് ബോസ് താരം സജ്ന സിനിമയിലേക്ക് ഞാൻ സാറിന് മൂവി അഭിനയിക്കുന്ന സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിറോസുകായിരുന്നു. അങ്ങനെയാണ് സാറുമായിട്ട് ഇതായത്. സാറിൻ്റെ മൂവി ശരിക്കും പറഞ്ഞാൽ ഈ മൂവിയിലല്ല ഞാൻ അഭിനയിക്കാൻ ആദ്യം ആഗ്രഹിച്ചത്. IPS എന്ന് പറഞ്ഞ മൂവി സാർ ഞാൻ എടുക്കാൻ വേണ്ടി സാർ ആദ്യം ചെയ്യാൻ നിന്നത് IPS ആയിരുന്നു. പിന്നെയാണ് DNA വന്നത്. അപ്പം അങ്ങനെ അതിനകത്തുനിന്ന് സാർ പറഞ്ഞു എന്തായാലും ഒരു ഭാഗം ആവണം, അത് കഴിഞ്ഞ് നമുക്ക് IPS അങ്ങനെയാണ് ഞാൻ IPS DNA വന്നത്. ഭയങ്കര സന്തോഷം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിരവധി ആർട്ടിസ്റ്റുകളാണ്, അന്നേരം അവരിലെല്ലാം ഒരാളാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പം അത് ഇത്രയും നല്ലൊരു മൂവി, ക്രൈം ത്രില്ലർ, ക്ലൈമാക്സ് ആയാലും ആ മൂവിയെക്കുറിച്ച്, പിന്നെ സുരേഷ് ബാബു സാറിൻ്റെ കുറേ ബ്രേക്കിന് ശേഷം വരുന്നൊരു മൂവി, അതിനകത്തൊരു ഭാഗമാകുന്നതിന് ഒരു ഏറ്റവും ഭാഗ്യമല്ലേ. അപ്പം സാറ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സാർ എന്തായാലും ഓക്കെയാണ്, ഞാൻ അത് ഏത് ക്യാരക്ടറാണെന്നൊന്നും ഞാൻ നോക്കാനില്ല, ചാടി വീഴുമായിരുന്നു ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ IPS ആയിരുന്നു. അവിടുത്തെ DNA എന്നുള്ള സെക്കൻഡ്, അങ്ങനെ DNA ഉണ്ടായെടുത്ത മൂവിയാണ്. IPS സ്റ്റിൽ പെൻഡിങ് ആണ്, അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതാണ് പറ്റിയത്. പിന്നെ സജനെ സംബന്ധിച്ചോളം ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് വേറൊരു വേഷത്തിലേക്കാണ് കോൺടാക്ട് ചെയ്തത്. പിന്നെ നോക്കിയപ്പോൾ ബസ് ഹൗസ്ഫുള്ളായി. എന്നാലും ഞാൻ പറഞ്ഞു ഇതിൽ കയറിക്കോ അടുത്തെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. ജസ്റ്റ് ഒരു ട്രയലാണ് സജനെ സംബന്ധിച്ചോളം. ആൾ ഫ്യൂച്ചറുള്ള ഒരു ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് വരും.
പത്മരാജ രതീഷ്. പത്മരാജും കൂടെ ചെയ്തേക്കുന്നതെന്ന് അങ്ങനെ ഒരു കമന്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഐഡിയ സംവിധായകൻ ഉണ്ടായിരുന്നോ? അതിനെക്കുറിച്ച് അഷ്കരയ്ക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു കഥാപാത്രം പത്മരാജ രതീഷ് വന്നത് സാറാണ്, ഡയറക്ടർ സാറാണ് പത്മരാജനെ കൊണ്ടുവന്നത്. അദ്ദേഹം രതീഷ് സാറൊക്കെ TS സാറിന്റെ കൂടെ അഭിനയിച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന്റെ മോൻ എത്രത്തോളം കഴിവുണ്ടാവും, എന്താണ് ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് അദ്ദേഹമാണ് ആ ക്യാരക്ടർ ഡിസൈഡ് ചെയ്തത്. അതൊക്കെ ദൈവത്തിന്റെ നിമിത്തങ്ങളല്ലേ. നമ്മൾ ഒരു ക്യാരക്ടർ വരിക, ഇന്ന ആൾക്കാരെ അഭിനയിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞത് രതീഷ് ചേട്ടനെ ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പത്മരാജ രതീഷിനെ എനിക്കറിയായിരുന്നു. അവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഫാമിലി പോലെയായിരുന്നു. അപ്പൊ ഈ ഒരു കഥാപാത്രം പത്മരാജ് ചെയ്താലേ കറക്റ്റ് ആവുന്നത് ഡയറക്ടറുടെ ഡിസിഷനാണ്. അദ്ദേഹം ഞാൻ മമ്മൂട്ടിയും രതീഷ് അത് അങ്ങനെയൊന്നും ഇതൊക്കെ ഭാവിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. സിനിമയാണെങ്കിൽ നമുക്കിപ്പോൾ നാളെ എന്ത് സംഭവിക്കും നമുക്കൊന്നും അറിയത്തില്ലല്ലോ. ആ ഒരു കഥാപാത്രങ്ങൾ ഒന്ന് ചേർന്നു, ഞങ്ങൾ ഒന്നായി, അത് ആപ്റ്റായി, എല്ലാവരും പ്രേക്ഷകർ അംഗീകരിച്ചു. അതൊക്കെ ദൈവത്തിന്റെ നിമിത്തവും ഡയറക്ടർ, പ്രൊഡ്യൂസർ, അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റർ അവരൊക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അത് സംഭവിച്ചതാണ്. അത് വളരെ സന്തോഷം. പ്രേക്ഷകർക്ക് അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഒരു ഭയങ്കര സംഭവമായിരുന്നു. വലിയ ക്യാരക്ടറാണ് പത്മരാജ് ഡയറക്ടറെ കൂടെ അദ്ദേഹം. കോമ്പിനേഷൻ കാണുമ്പോൾ അവരെ ഓർമ്മിപ്പിക്കുന്നതാണ്, അവരുടെ കോമ്പിനേഷൻ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് എന്നുള്ള കമന്റുകളാണ് വരുന്നത്. അത് വളരെ യാദൃശ്യമാണ് കേട്ടാ. അന്ന് ചെയ്തു, അന്ന് നമുക്ക് രതീഷ് ചേട്ടനും അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇഷ്ടംപോലെ വെറൈറ്റി. നമുക്ക് ഇഷ്ടംപോലെ പോലീസ് ഓഫീസർ ചെയ്തു, ഇദ്ദേഹം പോലീസ് ഓഫീസർ ചെയ്തു, അദ്ദേഹം വേറെ ടൈപ്പ് ക്യാരക്ടർ ചെയ്തു, എല്ലാം ചെയ്തു. നമുക്ക് ഓൾമോസ്റ്റ് ഞാനിപ്പോൾ മമ്മൂക്കയെ വെച്ച് ഒരു പടം പ്ലാൻ ചെയ്തിട്ട് ഞാൻ സത്യമായി 10 വർഷമായിട്ട് എനിക്ക് സബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. എവിടെ തൊട്ടാലും അദ്ദേഹത്തിൻ്റെ ഒരു ടച്ചുള്ള പലതും ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അവർ ചെയ്ത് കഴിഞ്ഞു. അതൊരു ഡിക്ഷണറി മാറി ഇവർക്ക് ഉണ്ട്. എന്നിട്ട് ഇപ്പോഴത്തെ അവരെ പടങ്ങൾ കാണാനുള്ള ഒരു സംവിധാനവും ഈസിയാണ്, വിരൽ തുമ്പിലാണ്. അത് അവർക്ക് ഗുണം ചെയ്യും. അങ്ങനെ ഗുണം ചെയ്യണം അസ്കറിനും ബപ്പനാനും ബാക്കി എല്ലാവർക്കും. അവർ ചെയ്തിട്ടിരിക്കുകയാണ്. പണ്ട് ആ സമയത്ത് അവരെ സംബന്ധിച്ചോളം അന്ന് അവർ ബ്ലാങ്ക് അവരുണ്ടാക്കിയെടുത്താണ്. അവർക്കൊരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. അത് ആരെ റഫർ ചെയ്യും, അല്ലെങ്കിൽ മുൻകാലത്ത് നസീർ സാറിനെ മൗസാറിനെയൊക്കെ അവർക്ക് റഫർ ചെയ്യാനുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, ലോകം മുഴുവൻ വിരൽ തുമ്പിലാണ്. അതുകൊണ്ട് ഇവർ നന്നാവണം. ഇവരത് മമ്മൂക്ക, രതീഷ് അവരെക്കാളൊക്കെ മുമ്പിൽ മുകളിലോട്ട് വളരാൻ ശ്രമിക്കണം. അതാണ് കറക്റ്റ്. സാർ, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സാർ ഈ DNA ചെയ്യുന്നത്. സാറിൻ്റെ ഒരു ആദ്യത്തെ മമ്മൂട്ടിയെ ചെയ്ത കോട്ടയം കുഞ്ഞിന് വളരെ ഹിറ്റായിരുന്നു. അപ്പോൾ സാർ ഇപ്പോൾ രതീഷിൻ്റെ മകന് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബ്രേക്കിന് ശേഷം, സാധാരണ ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഒരാൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് എത്രത്തോളം വിജയിപ്പിക്കാൻ കഴിയും അത്രത്തോളം സാധ്യത പരിശോധിക്കുക. അപ്പോൾ മമ്മൂട്ടിയുടെ ഫാമിലിയിൽ നിന്നും അഷ്കറിനെ ചൂസ് ചെയ്തതിന് മുൻപ് എന്തുകൊണ്ട് ദുൽഖറിനെ ചൂസ് ചെയ്തില്ല? ആക്ച്വലി 2-3 കാര്യങ്ങളുണ്ട്. ഇതിന് ഒത്തിരി ഉത്തരങ്ങളുണ്ട്. ആക്ച്വൽ 2-3 കാര്യങ്ങൾ പറയാം. ഞാൻ ഒന്നാമത്തേത്, ഇതിൽ ഒത്തിരി താങ്കളുടെ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ ഷോർട്ടായിട്ട് പറയാം. ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടായത് തന്നെ അസ്കർ സൗദാന് വേണ്ടിയിട്ടാണ്. അസ്കർ സൗദാനെ ഹീറോ ആക്കാൻ ഒരു പ്രോജക്റ്റ് പ്രൊഡ്യൂസർ പറയും. ഞാൻ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറയും. എനിക്ക് നല്ല മേക്ക് ചെയ്യാനായിട്ട് പറ്റണം. അദ്ദേഹം ഫുൾ ഓപ്പൺ, എന്ത് വേണേലും ചെയ്തോ എന്ന് പറഞ്ഞു. KV അബ്ദുൾ നാസർ. അങ്ങനെയാണ് ആക്ച്വലി ഈ പ്രോജക്റ്റ് ഉണ്ടായത്. ഞാൻ എന്ത് ഈ ഗ്യാപ്പ് ഇട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 10 വർഷം വെറുതെ ഇരുന്നില്ല. ഞാൻ പല സ്ക്രിപ്റ്റുകളും വർക്ക് ചെയ്തു. പല വലിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ടിരുന്നു. എല്ലാം ഫ്ലോപ്പ് ആയിപ്പോയി. 2 വർഷം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അവിടെ ഇരുന്നു, 3 വർഷം ഇരുന്നു. ഭയങ്കര ഹെവി, കേട്ടാൻ ഞെട്ടുന്ന കോമ്പിനേഷനാണ്. ഒന്ന് ഡെനീസ് ജോസഫ് ദാമോദരൻ മാസ്റ്റർ ഒരു സ്ക്രിപ്റ്റ്, ഡെനീസ് ജോസഫ് രഞ്ജി പണിക്കർ ഒരു സ്ക്രിപ്റ്റ്, റാഫി മെക്കാട്ടിൻ വേറൊരു സ്ക്രിപ്റ്റ്, ഉദയൻ സിബി വേറെ. ഇതെല്ലാവരുമായിട്ട് ഞാൻ ഇരുന്നു. പക്ഷെ എൻ്റെ ഒരു എൻ്റെ കാലക്കേട് അങ്ങനെ ഒത്തു വന്നില്ല. ഞാൻ ഇനി മമ്മൂക്ക വെച്ച് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ചെയ്തില്ലെങ്കിൽ നിൽക്കത്തില്ല. എന്നെ സംബന്ധിച്ചോളം മമ്മൂക്കയുടെ ഓപ്പൺ ഡേറ്റ് ആണ്. ഞാനൊരു പണം എൻ്റെ മമ്മൂക്ക ചെയ്യണം എന്ന് പറഞ്ഞാൽ അധികം ചെയ്തിരിക്കും. മോഹൻലാലായിട്ടും ഭീകര അടുപ്പമാണ്, സ്കൂൾ തൊട്ടുള്ള അടുപ്പമാണ്. അപ്പം അങ്ങനെ ബന്ധമുണ്ട്. പിന്നെ ഞാനിത് ചെയ്തു തന്നപ്പോൾ ഇത് എൻ്റെ ഒരു ടെസ്റ്റും കൂടെയാണ്. ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്തതാണ്. സത്യം എങ്ങനെയുണ്ട് ഞാൻ, സത്യം ഞാൻ പലരോടും പറഞ്ഞു എങ്ങനെയുണ്ട് ഞാൻ, ആദ്യം എന്നെ പറ്റി തന്നെ അറിയട്ടെ, എനിക്ക് ചെയ്യാൻ പറ്റുമോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവരോട് എല്ലാവരും നമ്മുടെ ടീമിനോട് പറഞ്ഞു 40 മാർക്ക് എങ്കിലും കിട്ടിയാൽ ഞാൻ അടുത്തയിലേക്ക് പോകും എന്ന് പറഞ്ഞു. സത്യം എന്നെ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. അത് വെറുതെ പറയുന്നതാണ്. പുള്ളി ഇപ്പം ഇരുന്ന് മൊത്തം കംപ്ലീറ്റ് അപ്ഡേറ്റഡ് ആണ്. കാരണം ഞാനൊരു 15 വർഷമായിട്ടുണ്ട് കന്യാകുമാരി എക്സ്പ്രസ്, 13 വർഷം. അന്ന് ഗ്രാഫിക്സും പരിപാടിയൊക്കെ അന്ന് ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പൊ എന്നോട് ബാബു പറഞ്ഞു, ഒരു സീക്വൻസ് എൻ്റെ ഇൻട്രൊഡക്ഷനിൽ ബാബു ഹെലികോപ്റ്റർ നടന്നു വന്നൊരു കാറ് കയറി പോകുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ വിചാരിച്ചു
ഹെലികോപ്റ്റർ ഒന്ന് കയറി ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അവിടെ ചെന്ന് വെച്ചാൽ വെറുതെ ഒരു ഓപ്പൺ ഗ്രൗണ്ട്, ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ബാബു ഹെലികോപ്റ്റർ ഇവിടെ? അത് ഫാൻ ഓൺ ചെയ്തു. ഗ്രീൻ മാറ്റ് ഇല്ല, ബ്ലൂ മാറ്റ് ഇല്ല, ഒന്നുമില്ല. ഫാൻ ഓൺ ചെയ്തു. ഞാൻ ഒരു സ്റ്റെപ്പ് ഇറങ്ങി, ഒരു സ്റ്റൂൾ വെച്ചിരുന്നു. അതേ സ്റ്റെപ്പ് ഇറങ്ങി നടന്നു വന്ന് പോന്നു. പടം കണ്ടു കഴിയുമ്പോൾ ഹെലികോപ്റ്റർ ഒന്ന് ലാൻഡ് ചെയ്യുന്നു. പ്രൊപ്പല്ലറിന്റെ മുകളിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. സൈഡിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഷോട്ട് നടന്നു പോയി. ഞാൻ കാറിൽ കയറി പോകുന്നു. വെറുതെ പറയുന്നത്, ഇതൊക്കെ പുള്ളി അപ്ഡേറ്റ് 15 കൊല്ലം മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. എന്താ പറയുക, ഞാൻ മാക്സിമം പടങ്ങൾ കാണാറുണ്ട്. പിന്നെ എനിക്കൊരു ഭാഗ്യം കിട്ടി. അത് പലരും സീരിയൽ എന്ന് പറഞ്ഞാൽ ചവിട്ടിത്താത്തം. അപ്പം ഞാനൊരു 3-4 സീരിയൽ ചെയ്തു. 4 എനിക്ക് ഗുണമായിരുന്നു. കടമറ്റത്ത് കത്തനാർ, വിക്രമാദിത്യൻ, അലാവുദ്ദീൻ്റെ അൽബോളാക്ക്, സെയിൻറ്റ് ആന്റണി. അതിൻ്റെ മാക്സിമം ഗ്രാഫിക്സിൻ്റെ മാക്സിമം സിനിമയുടെ മുകളിൽ എനിക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു ഇതാണ് എനിക്ക് ഇങ്ങോട്ട് പ്രയോജനപ്പെട്ടത്. അന്ന് ഡിജിറ്റൽ വർക്ക് ചെയ്തു, മനസ്സിലായില്ലേ, ഈ CG വർക്ക് ചെയ്തു, ഗ്രാഫിക്സ് എന്നാണ് എന്ത് പറഞ്ഞത്, CG സിനിമയിലാണ് പറഞ്ഞത്. അപ്പോൾ അത് വർക്ക് ചെയ്തു. അപ്പോൾ അത് എനിക്ക് അപ് ടു ഡേറ്റ് ആവാൻ പറ്റും. ഇപ്പോൾ കണ്ടമാനം പടങ്ങൾ, എല്ലാ പടങ്ങളും ഞാൻ കാണും. എനിക്ക് മിക്ക ഡയറക്ടേഴ്സിൻ്റെ പടം ഞാൻ സെലക്ട് ചെയ്ത് കാണും. എല്ലാ ഡയറക്ടേഴ്സിനെയും മലയാളത്തിലുള്ളവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പലരും എൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട്സാണ്. അവർ പലരും മാറി നിൽക്കുന്നത്, കെ മധുവടക്കം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഇവർ പലരും മാറി നിൽക്കുന്നത് നല്ല സബ്ജക്റ്റും നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ അവർക്ക് വർക്ക് അറിയാത്തതുകൊണ്ടല്ല. നല്ല മിടുക്കന്മാരാണ് എല്ലാവരും. എങ്ങനെ ലാസ്റ്റ് സംവിധാനത്തിൽ സംവിധാനത്തിൽ മാറ്റമല്ല. സംവിധാനത്തിൽ നമ്മൾ പഠിച്ച പണി, ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് മാറിയിരിക്കുന്നത്. സിനിമയല്ല മാറിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കഥാഗതികൾ മാറ്റി, അതിലുള്ള ആർട്ടിസ്റ്റിൻ്റെ സെറ്റപ്പ് മാറ്റി, അതിലുള്ള വിഷ്വൽ മാറ്റി, അതൊക്കെയാണ് ഇപ്പോൾ ആൾക്കാരിലേക്ക് വരിക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ സിനിമയും കാണും. ഒരു സിനിമയും ഞാൻ വിടത്തില്ല. മാക്സിമം സിനിമ നല്ലത് ചീത്തതൊന്നുമില്ല, മാക്സിമം കാണും. അപ്പോൾ അവിടെ നിന്ന് നമുക്കറിയാമല്ലോ, അതിൻ്റെ ചേഞ്ചസ് അറിയാമല്ലോ. പിന്നെ തിയേറ്ററിൽ പോയി ഞാൻ ഓൾമോസ്റ്റ് സിനിമ കാണും. അപ്പോൾ നമുക്ക് ആളുകളുടെ റെസ്പോണ്ട് അറിയാം, എവിടെ പോകുന്നു, എവിടെ കൈയടിക്കുന്നു, അത് ഞാൻ മനസ്സിൽ അങ്ങനെ ക്യാച്ച് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ല, വെരി ലോ മിക്സൽ ക്യാമറയിൽ ഞാൻ തുടങ്ങിയതാണ്. മിക്സൽ ക്യാമറയിൽ അന്ന് ഈ പറഞ്ഞ പോലെ ഗ്രാഫിക്സിൻ്റെ പോയിട്ട് ഒന്നുമില്ല. അന്ന് മേറ്റി എന്ന് പറയും, ഗ്ലാസ് ഡ്രോ ചെയ്ത് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രിക് ഷോട്ട്സ് ഉണ്ട്. മിക്സലിൽ ഹാൻഡ് കറക്കി പാത്രം ഓടുക, ആൾ ഇറങ്ങുക, ഡിസപ്പിയർ ആവുക, അപ്പിയർ ആവുക, ഇതൊക്കെ അങ്ങനെ എടുത്തത് അന്ന് തൊട്ട് പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് ഇത് പറഞ്ഞാൽ അഡ്വാൻസ് സ്റ്റേജാണ്. അന്ന് തൊട്ടേ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 4 സീരിയൽ എന്ന് പറഞ്ഞാൽ സീരിയലിൽ ആരും പുച്ഛിക്കേണ്ട. ആ സീരിയൽ 4 എനിക്ക് ഒത്തിരി ഗുണം കിട്ടിയതാണ്. കാരണം എനിക്ക് എല്ലാ പരീക്ഷണവും ഞാൻ നടത്തി. എല്ലാ പരീക്ഷണവും സിനിമയേക്കാൾ മേളിലായിരുന്നു ടെക്നോളജി. അത് എല്ലാ സിനിമാക്കാരും ആ സീരിയൽസ് കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ അപ് ടു ഡേറ്റ് തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു ടെസ്റ്റ് ഇത് ഞാൻ ചെയ്താലെങ്കിൽ ഇരിക്കും, അത് മാത്രമാണ് DNA. കുഴപ്പമില്ലാതെ പറയുന്നത്, അത് വളരെ സന്തോഷം. 2016 ഡാർവിന്റെ പരിണാമം തൊട്ട് 2024 DNA അവർ എത്തി നിൽക്കുമ്പോൾ ഓരോ കഥാപാത്രവും ചെയ്യുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ്? പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ഒരു കഥാപാത്രം വരുമ്പോൾ സംടൈംസ് ദേ ടെൽ. ഇപ്പൊ രക്ഷാധികാരി ചെയ്യുമ്പോൾ പ്രിപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ, ബിക്കോസ് റിയൽ ലൈഫ് ക്യാരക്ടർ ഇപ്പം കാണുമ്പോൾ ഐ എം കൈൻഡ് ഓഫ് വെരി ടോം ബോയിഷ്, ജീൻസും ഷർട്ടും ഇടുന്നു. ദാറ്റ് കഥാപാത്രം സാരി ഉടുത്ത് നടക്കുന്നതാണ്. സോ അങ്ങനെ അതെ. സോ എന്റെ റിയൽ ലൈഫിൽ അങ്ങനെ യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് ഐ ഹാഡ് ടു വർക്ക് ഓൺ ഇറ്റ്. പിന്നെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ മൂവി DNA ലാൻഡ് പ്ലേയിങ് ആർജിക്ക് എനിക്ക് അധികം പ്രിപ്പറേഷൻ വേണ്ടി വന്നില്ല, ബിക്കോസ് ദാറ്റ് ഐ ക്യാൻ റെസൊണേറ്റ് വിത്ത് ദാറ്റ്. പിന്നെ അഷ്കർ കുറെ സഹായിച്ചായിരുന്നു, ലൈക്ക് ഹൗ ടു RJ മാതിരി സംസാരിക്കുന്ന രീതിയിലൊക്കെ. ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു കോമ്പിനേഷൻ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് തരുമ്പം സംടൈംസ് ഞാൻ ചോദിക്കാറുണ്ട് ഹൗ ടു, കാര്യം നമ്മൾ ഭയങ്കര എനർജി എടുത്ത് സംസാരിക്കേണ്ടതാണ്. സോ ചില കഥാപാത്രങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടെയുള്ളവർ സപ്പോർട്ട് ചെയ്യും. ഞാൻ എന്തെങ്കിലും കുറവ് വരുമ്പോൾ സാറ് പറഞ്ഞുതരും, സുരേഷ് സാർ പറഞ്ഞു ഹന കുറച്ചും കൂടെ എനർജിക്കേറ്റ്. ഐ മീൻ, സോ ഐ തിങ്ക് ഏത് മൂവി എടുക്കുമ്പോഴും കൂമൻ ചെയ്യുമ്പോൾ ജിത്തു സാർ ആണെങ്കിലും ദേ ഗൈഡ് യു സോ മച്ച്. ലൈക്ക് എങ്ങനെ വേണം ആ ഒരു ലെവൽ പറയും, ഇത് ഓവർ ആക്കണ്ട, അല്ല അല്ലെങ്കിൽ സട്ടിൽ ആക്കാൻ വേണ്ട, ദേ ഗൈഡ് യു. സോ അക്കോർഡിംഗ്ലി നമുക്കത് പോർട്രേ ചെയ്യാൻ പറ്റും ആ ഒരു സ്പേസിൽ. അല്ലാണ്ട് കൂടുതൽ എനിക്ക് പ്രിപ്പറേഷൻ വേണ്ടി വന്നൊരു ചിത്രം ഇതുവരെ വേണ്ടി വന്നിട്ടില്ല, ബൈ ഗോഡ്സ് ഗ്രേസ്. ബട്ട് ലെറ്റ്സ് സീ, ഓരോ കഥാപാത്രത്തിനും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. കരിയർ തുടങ്ങുന്നത് ശരിക്കും മോഡലിംഗിനായിരുന്നു സിനിമയിലേക്കുള്ള ഒരു എൻട്രി വരുന്നത്. അപ്പോ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള യൂത്തിൽ ഒരുപാട് ആൾക്കാർ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ.
അപ്പോൾ അവരോട് ശരിക്കും എന്താണ് ആക്ച്വലി പറയാനുള്ളത്? ലൈക്ക് മോഡലിംഗ് ടു സിനിമ, ആ ജേർണി ഹൗ വാസ് ഇറ്റ്? സി ദിസ് ജേർണി ഞാൻ ചൂസ് ചെയ്ത ജേർണി അല്ല. ഞാൻ ചൂസ് ചെയ്ത ജേർണി വാസ് സംതിങ് മോഡലിംഗ് തന്നെയായിരുന്നു. ഐ മീൻ എനിക്ക് പാജൻസ്, എൻ്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ എല്ലാ ബ്യൂട്ടി ഒരു സിനിമ ചെയ്യും, ബ്യൂട്ടി പേജന്റ് മിസ് ഇന്ത്യ, മിസ് ഫെമിന, അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ. ഇൻഫാക്ട് മിസ് സൗത്ത് ഇന്ത്യയുടെ ഒക്കെ. സോ അതായിരുന്നു കൂടുതലും പാഷനേറ്റ് ആയിട്ടുള്ളത്. സിനിമ യാദൃശ്ചികമായിട്ട് വന്നു ചേരുമായിരുന്നു. പക്ഷേ അപ്പം എനിക്ക് അറിയത്തില്ല ആക്ട് ചെയ്യാൻ പറ്റുമോ. കാര്യം എനിക്ക് ഈവൻ ഐ റിമെമ്പർ എൻ്റെ ഫസ്റ്റ് മൂവിയിൽ ഫസ്റ്റ് ഷോട്ട് ആക്ഷൻ ഡയറക്ടർ പറയുന്നതിന് മുമ്പ് ഞാൻ അഭിനയിച്ചു. ലൈറ്റ്സും ക്യാമറ വന്നപ്പോൾ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി. ബിക്കോസ് നോ വൺ ഇസ് ദേർ ടു ഗൈഡ് മീ. അപ്പം അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എനിക്കുള്ളത്. സോ ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത്, ഐ വുഡ് ഗീവ് ക്രെഡിറ്റ് ടു മൈ ഫാമിലി, ദ ടീം ഹു ഹാസ് സപ്പോർട്ടഡ് മീ ആൻഡ് ടു ഓൾ ദ ഡയറക്ടർ ആൻഡ് ദ ക്രൂ ദാറ്റ് ഐ വർക്ക് വിത്ത്. സോ ആ ജേർണി എന്ന് പറയുന്നത് to all people, I mean, who want to enter the movie industry, what I can say is അവർക്ക് പാഷൻ ഉണ്ടെങ്കിൽ അവരവിടെ വന്നു ചേരും. See, Ashkar is the biggest example. He has a big family to support, but അഷ്കറിന്റെ പാഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും he will never end up in movies. Same thing, if you want to work in movies or ഏത് മേഖല ആയിക്കോട്ടെ, അതിൽ എത്തിപ്പെടണമെങ്കിൽ you have to put in effort, you have to work, you have to visualize, you have to dream. അങ്ങനെയാണെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റും. നമുക്ക് നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രം മതി. അഷ്കരേട്ടനോട് ആ ഒരു ചോദ്യം ഞാൻ ആവർത്തിക്കായിരുന്നു. ലൈക്ക് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഹീറോ ആയിട്ട് നിൽക്കുമ്പോൾ ലൈക്ക് ഹൗ വാസ് ദാറ്റ് ജേർണി? എന്തൊക്കെ ഫേസസിലൂടെ കടന്നു പോയിട്ടുണ്ട്? അത് നമുക്ക് എപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാവണം, അല്ലാതെ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതെല്ലാം പെട്ടെന്ന് പോകുമെന്ന് പറയത്തില്ലേ. ഞാൻ അനുഭവങ്ങളിലൂടെ വന്നവരാണ്. ഞാൻ സാറിൻ്റെ കൂടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, ആൽബം അഭിനയിച്ചിട്ടുണ്ട്, ജൂനിയർ ആർട്സിൽ അഭിനയിച്ചിട്ടുണ്ട്. ജൂനിയർ ആയിട്ട് അഭിനയിച്ച കഥകൾ ഒരുപാടാണ്. ഞാൻ 2 മാസം ഒരു സ്ഥലത്ത് കിടന്ന് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ടേ കിട്ടുള്ളൂ, ഒരു ഡയലോഗ് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ചെയ്യണയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ കഴിയുമ്പോൾ കുറേ അമ്മാവൻ്റെ കൂടെ അഭിനയിച്ചു, തസ്കരകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തു വന്ന ചെറിയ ചെറിയ പരിപാടികളിൽ വന്ന് ഞാൻ ചെറിയ പടങ്ങൾ എന്നല്ല, സിനിമയിൽ അഭിനയിച്ചു. ഈ ഫിലിമിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്, ആ സൗണ്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്, അത് ഡിജിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര പ്രായമുണ്ടെന്നൊന്നും വിചാരിക്കരുത്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആ ഒരു കുറേ വർഷങ്ങളായിട്ട് നമ്മൾ എത്തി. അപ്പോൾ എത്തിയപ്പോൾ ഇങ്ങനെ എത്തി ദൈവകാലത്ത് വലിയൊരു ഡയറക്ടർ പടം സാറിൻ്റെ കൂടെ എത്താൻ പറ്റി. ഞാൻ സാറിനോട് ചോദിച്ചത്, എനിക്ക് ഒരുപാട് വർഷം പരിചയമുള്ളതാണ് സാറിനെ, എനിക്കറിയാം. സാറിനെ വിളിച്ച് ഇടയ്ക്കിടെ ഞാൻ ശല്യം, ഞാൻ സാറേ ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അങ്ങനെയാണ്, കാരണം എനിക്ക് ഒരു ചാൻസ് ഉണ്ട്. തമാശ പറയല്ല, സാറിനറിയാം. കാർത്തിക ഇതിൻ്റെ സമയത്ത് സാറിനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അനൗൺസ് ചെയ്ത് എങ്ങനെ എനിക്ക് കയറി പറ്റുള്ളൂ. അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അപ്പോൾ എനിക്ക് ആ ഒരു ബന്ധം ഞാൻ മിസ്യൂസ് ചെയ്തെന്നല്ല പറഞ്ഞാൽ, അപ്പോൾ എനിക്ക് പ്രൊഡ്യൂസർ ഓഫർ ചെയ്തപ്പോൾ ഞാൻ സാറിനെ അപ്രോച്ച് ചെയ്തിരുന്നു. സാറ് നമുക്കൊരു സ്ക്രിപ്റ്റ് വേണം, ഇങ്ങനെയാണ്. അപ്പോൾ സാറിനെ വിളിച്ചു. പിന്നെ സാർ എന്നെ വിളിച്ചിരുന്നു, ഞങ്ങൾ സംസാരിച്ചു. സാർ അഷ്കറെ സ്ക്രിപ്റ്റൊക്കെ നമ്മൾ റെഡിയാക്കാം, ഒരു പണി ചെയ്താലോ, പ്രൊഡ്യൂസർ ഓക്കെ ആണെങ്കിൽ ഞാൻ അഷ്കറിനെ വെച്ച് നായകനാക്കാൻ പറഞ്ഞു. കിളി പോയില്ലേ മക്കളെ, ഇത്രയും വലിയ ഡയറക്ടർ എന്നെ നായകനാക്കുന്ന പറയുമെന്ന് പറഞ്ഞു സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത്. അതൊക്കെ അങ്ങനെ നടന്ന, കാരണം നമ്മൾ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ. ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഞാനെന്നല്ല എല്ലാ മനുഷ്യരും അനുഭവിച്ച് കഷ്ടപ്പെട്ട് വരുമ്പോഴേ നമുക്കൊരു വിജയം ഉണ്ടാവില്ല, നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. എല്ലാവരും കഷ്ടപ്പാടാണ്. അപ്പം അങ്ങനെ DNA എത്തിയിരിക്കുന്നു. വലിയൊരു ദൈവാനുഗ്രഹം, ഭയങ്കര സന്തോഷം. ഞാൻ സാറിന് ഇവരെ രണ്ടുപേരും ഒരു ചെറിയ വാക്ക് പറയാം. ഹന്ന ഭയങ്കര ഡെഡിക്കേഷനാണ്. ഹന്ന അതിനകത്ത് നന്നായിട്ട്, കാരണം ഒരു മൊത്തം ആ ക്യാരക്ടറിലേക്ക് അങ്ങാവും. പ്രത്യേകിച്ച് പിന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര അത് എന്ത് വേണം എന്നുള്ളത് നല്ലൊരു ഐഡിയ ഉണ്ട്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഹന്നയുടെ വേറൊരു കാര്യം, അഭിനയിച്ചൊക്കെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു 60 മാർക്ക് പലരും എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഡബ് ചെയ്തത് ഞാൻ ഞെട്ടിപ്പോയി. ഡബ് ചെയ്തത് ടോട്ടൽ ആ ക്യാരക്ടർ ഫുൾ പെർഫെക്ഷൻ. വേറൊരു ലേഡി രജനീകാന്ത് വേണമെങ്കിൽ പറയാം. കാരണം ഭയങ്കര സ്പീഡാണ്. എനിക്ക് ഹന്നയുടെ ഒന്നും ഒരാൾക്ക് ഒരു ഡബിങ് ആർട്ടിസ്റ്റിനെ കൊണ്ടൊന്നും ഡബ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഡബ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ 100 മാർക്ക് അപ്പനാണ് ഞാൻ കൊടുത്തത്. അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ഹന്ന. പിന്നെ അസ്കർ, ഞാൻ അച്ചു എന്നാണ് വിളിക്കുന്നത്, എൻ്റെ ഒരു അനിയനെ പോലെയാണ്. അസ്കറിന്റെ കാര്യം എന്ന് വെച്ചാൽ അച്ചു കണ്ടമാനം അസ്കർ ഈ പ്രോജക്റ്റിന് വേണ്ടി പാടുപെട്ടു. ഇതൊരു സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റ് DNA ഇപ്പൊ എത്തിയത് നല്ലൊരു വേൾഡ് വാർ കഴിഞ്ഞിട്ടാണ്, 3rd വേൾഡ് വാർ കഴിഞ്ഞിട്ടാണ്. സത്യം അതിനകത്തുള്ള അത്രയും ഇന്നർ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് അത് എനിക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസ്കറിന്റെ ഡീറ്റെയിൽ ഇടയ്ക്ക് പിന്നെ ബാബുനെ വിളിച്ചു പറയാം. അതായത് അത്രയും ഒരു വേൾഡ് വാർ, 3rd വേൾഡ് വാർ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ DNA എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നിങ്ങളിൽ ഇപ്പം മുമ്പിൽ നിൽക്കുന്നത്. അത്രയും അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ അസ്കർ നന്നായിട്ട് വരണം എന്നുള്ളതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ഫൈറ്റ്സ് ഞാൻ മാക്സിമം ചെയ്യാൻ പറഞ്ഞു. റിസ്ക് ഉള്ളതൊന്നും ഞാൻ ചെയ്തില്ല. കാരണം ഒരു ആർട്ടിസ്റ്റിന് ഞാൻ ടെൻഷൻ കൊടുക്കാറില്ല. ടെൻഷൻ കൊടുത്താൽ നന്നാവത്തില്ല. അവർക്ക് മാക്സിമം അവരെ റിലാക്സ് ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ നിർത്തി അങ്ങനെ സുഖമാണോ അല്ലെങ്കിൽ ഈ സീൻ എടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വരെ ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ ആർട്ടിസ്റ്റിനോടും ചെയ്യാറുള്ളത്. ഇപ്പോഴെല്ലാം മുമ്പോട്ട് അങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇതിൽ. കാരണം ഇതെല്ലാം ഈ പടത്തിൽ വർക്ക് ചെയ്ത 95% ആൾക്കാരും ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവരോട് 95% ആൾക്കാർ ടെക്നീഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റ്, 5% ഉള്ളൂ എൻ്റെ മുമ്പ് വർക്ക് ചെയ്ത ആൾക്കാർ. അതാണ് DNA.
ലക്ഷ്മി റോയിയെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ലൊക്കേഷൻ വരുമ്പോഴാണ് ഞാൻ അവരെ കാണുന്നത്. കാരണം അതുവരെ ഈ ഒരു ക്യാരക്ടർ ആരെ കൊണ്ട് ചെയ്യിക്കുന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നതല്ല, ഈ ഒരു DNA-യുടെ വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കഥ ആരോടും പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ക്യാരക്ടർ പോലീസ് ഓഫീസർ, നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നൊന്നല്ലാതെ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലർക്കും ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് പോലും ആർക്കും അറിയൂടായിരുന്നു, ഇവിടെ ഇരിക്കുന്ന പലർക്കും. എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ മാത്രം അല്ലെങ്കിൽ അസോസിയേറ്റ് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാവും, ബാക്കി ഇതിനകത്ത് അറിയാം, അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് ഇതൊരു ആർട്ടിസ്റ്റിലേക്ക് ഈ കഥ പറഞ്ഞ് എത്തിക്കുക വലിയ പ്രോബ്ലമാണ്. ഒന്ന് രണ്ടുപേരെ അപ്രോച്ച് ചെയ്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും കഥയുടെ ഡീറ്റെയിൽ അറിയില്ല, സ്ക്രിപ്റ്റ് തൊട്ട് വായിക്കാൻ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു ന്യൂ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവർക്ക് നേരത്തെ ഫുൾ സ്ക്രിപ്റ്റ് കൊടുക്കണം, അവർ വായിച്ച് ആ ക്യാരക്ടർ ഓക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റൈലാണ് ഇപ്പം കിടക്കുന്നത് തോന്നുന്നു. നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല, നമ്മളൊക്കെ ക്യാരക്ടർ പറയും അത്രയേ ഉള്ളൂ. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടായി. പിന്നെ ലക്ഷ്മി റോയിലേക്ക് വന്നത് പിന്നെ ഫൈനൽ മഹേഷ് കേശവ് അദ്ദേഹമാണ് ലക്ഷ്മി റോയുടെ പേര് സജസ്റ്റ് ചെയ്തത്. കാരണം ഇതിനകത്ത് നമ്മളൊരു 3-4 പേരിലേക്ക് പോയി. അവിടെയുള്ള പ്രശ്നം ഇതാണ്. പക്ഷെ അവരെ കണ്ടന്റ് പറഞ്ഞാൽ ലക്ഷ്മി റോയ് ഇത് ഓക്കെ പറഞ്ഞു. പിന്നെ ഒരു ഫോട്ടോ ലേറ്റസ്റ്റ് ഞെട്ടിപ്പോയി, കാരണം അവർ പഴയ ലക്ഷ്മി റോയ് അല്ല. ഡബിങ്ങിന് നിന്ന് ഞങ്ങളൊരു 5-6 വോയിസ്, കാരണം പക്ഷെ അവർ നന്നായിട്ട് കറക്റ്റ് ലിപ്പ് കറക്റ്റായിട്ട് തരും. അപ്പോൾ ഞങ്ങളൊരു 5-6 പേരെ കൊണ്ട് വോയിസ് എടുത്ത് ടെസ്റ്റ് നോക്കി അതിൽ നിന്ന് ഫൈൻഡ് ചെയ്താണ് ലക്ഷ്മി റോയുടെ വോയിസ്. പക്ഷെ എല്ലാവരും പറഞ്ഞു പക്ക ആക്ടാണെന്ന് പറഞ്ഞു. രഞ്ജി പണിക്കരൊക്കെ പറഞ്ഞു ലക്ഷ്മി റോയ് സംസാരിക്കുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ലക്ഷ്മി റോയെ പടം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, സാർ ഇത് ഞാൻ സംസാരിക്കുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഒരു വലിയ കാര്യമാണ്. അവർ മാക്സിമം അവരുടെ എഫർട്ട് എടുത്തിട്ടുണ്ട്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ഇനി ഒരു ആർട്ടിസ്റ്റ് ആ ഒരു ക്യാരക്ടർ ചെയ്താൽ നന്നാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയും നന്നായിട്ടുണ്ട്. പാട്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 പാട്ടുകളാണ്. മലയാള പാട്ടില്ല, പടം മലയാള പാട്ടില്ല. ഒരു തമിഴ് പാട്ട്, ഒരു ഹിന്ദിയാണ്. അത് ക്യാരക്ടർ അങ്ങനെയാണ്. കാരണം ഒരു ബ്രാഹ്മൺ കൾച്ചറുള്ളതാണ് ഹീറോ. അങ്ങനെ ആ ഒരു ഇതിലേക്ക് മാറാൻ ശ്രമിക്കുന്ന നായിക, അതാണ് എൻ്റെ. അതുകൊണ്ട് തമിഴ് പാട്ടുകാരാണ്. ആർട്ടിസ്റ്റ് സുകന്യാണ് പാട്ട് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ശരത്, മ്യൂസിക് ഡയറക്ടർ ശരത്താണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഹിന്ദി പാട്ട്, ഹിന്ദി സെറ്റപ്പുകാരനാണ്. അതൊരു ക്ലബ്ബാണ്, അവരൊരു പബ്ബ്. അവിടെ പോകുമ്പോൾ അവിടെ കാണുന്ന ഒരു സാധനം. അപ്പോൾ അത് ഏത് ലാംഗ്വേജും ആവാം, ഇവിടെ അറിയാലോ ഏതും. അതാണ് ഈ 2 പാട്ട്. അത് കുഴപ്പമില്ല. അത് നമ്മൾ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ പടത്തിന് അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആ 2 പാട്ട് ആഡ് ചെയ്തത്. ആ പാട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ കോട്ടയം കുച്ചിന്റെ സിറ്റുവേഷൻ അല്ല ഇത്. ആ ഒരു ഇനത്തിൽപ്പെട്ട അല്ല ഈ പടം. ഇത് DNA എന്ന് പറഞ്ഞാൽ പക്ക ക്രൈം ത്രില്ലർ, ഒരു സസ്പെൻസ് ആക്ഷൻ അടിപ്പടമാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ കോട്ടയം കുച്ചി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണമായ കാര്യങ്ങൾ, അതിനകത്ത് ടൈറ്റിൽ സോങ് തന്നെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അവിടെ പശ്ചാത്തലം അല്ലെങ്കിൽ അങ്ങനെ കാണാം. ഇത് അങ്ങനത്തെ ഒരു പടമല്ല. ആക്ച്വലി ഇതിനകത്ത് പാട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നും, വേണമെങ്കിൽ. പക്ഷെ നമുക്കൊരു സിനിമയ്ക്ക് ആവശ്യമാണല്ലോ. പണ്ട് എനിക്കൊരു നല്ലൊരു തട്ട് കിട്ടിയിട്ടുണ്ട്, പാട്ടില്ലാതെ ഞാൻ ഒരു പടം എടുത്തു. ആദ്യം കണ്ടിട്ട് ഒരു പ്രൊഡ്യൂസർ വരെ കണ്ടിട്ട് അയ്യോ പാട്ടില്ല എന്ന് പറഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ടൊന്നും നമുക്കൊരു പാട്ട് ഒരു പടത്തിന് ആവശ്യമാണ്. പക്ഷെ ഇതൊരു സോങ് അങ്ങനെയുള്ള ഇത് പടമല്ല. പിന്നെ ഈ അസ്കർ സൗദാൻ എന്നുള്ള വ്യക്തി ആയതുകൊണ്ടാണ് അടുത്തൊരു ഡുവേറ്റ് ആഡ് ചെയ്തത്. സത്യത്തിൽ ഇല്ലെങ്കിൽ അതും ആഡ് ചെയ്യരുത്. വേറെ ഏത് നടനാണെങ്കിലും അങ്ങനെ ഒരു സോങ് ഞാൻ ആഡ് ചെയ്യത്തില്ല. ആ സിറ്റുവേഷൻ വേണ്ടാന്ന് വെക്കും. ഡാൻസ് ഒക്കെ ഇനി പഠിച്ചു വരണം, മൊത്തത്തിൽ ഇനി ഗ്രാൻഡ് ആക്കണം. ഇപ്പൊ അത്യാവശ്യമുള്ള ഓക്കെ, പക്ഷെ ഇനിയും ഇവിടെ കൊണ്ട് നിൽക്കരുത്. അസ്കർ സൗദാൻ എന്ന വ്യക്തി ഇവിടെ കൊണ്ട് നിൽക്കരുത്. ഇനി മുകളിലോട്ട് പോകണം. അതുകൊണ്ട് ഇപ്പൊ IPS എന്നൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാബുവിന്റെ ഞങ്ങളൊരു ഒരു ഞെട്ടേണ്ട സാധനം അതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് 2 ഇമ്മീഡിയറ്റ് ആണ് പ്രോജക്റ്റ്. അത് ബാബു പാട്ടൊക്കെ പാടുന്നുണ്ട് അതിനകത്ത്. അത് ഭയങ്കര സംഭവമാണ്. ബാബുനെ അതാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ എൻ്റെ ഒരു കുറെ ഡിഫറെന്റ് മേക്കപ്പിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. അത് കുറെ മേക്കപ്പിൽ വരുന്നത്. അത് മുടി കെട്ടി അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ കോമ്പിനേഷൻ എപ്പോഴും സക്സസ് ആണ്. എൻ്റെ ഞാൻ പറഞ്ഞു, എനിക്കൊരു സിനിമയിൽ ഒരു 3-4 പേരായിട്ടാണ് പേഴ്സണൽ ബന്ധമുള്ള. അതിൽ ഒരാൾ ബാബു ആൻഡിയാണ്, മറ്റേത് ജഗദീഷാണ്, പിന്നെ ഒന്ന് മമ്മൂക്കയാണ്. അങ്ങനെ ഒരു 3-4 പേരാണ് പേഴ്സണൽ ബന്ധമുള്ള, സിനിമ വിട്ടിട്ടുള്ള ബന്ധമുള്ളവർ. IPS ആണ് ഇമ്മീഡിയറ്റ് പ്ലാൻ എൻ്റെ വർക്ക്. അത് കഴിഞ്ഞിട്ട് ഇത് 2 ഒരുമിച്ച് പൂജ ഉണ്ടാവും. പറ്റുമെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ആയിരിക്കും അത്. ലാംഗ്വേജിലൊരു പടം ചെയ്യുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ലീഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊരു ശ്രീലങ്കൻ അല്ലേ?
അതെ അതെ. അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം അവിടെയുള്ള ഒരു രഞ്ജൻ രാമനായക് എന്ന് ഇപ്പോൾ അവിടുത്തെ മിനിസ്റ്ററാണ്, പുള്ളിയാണ് അവിടുത്തെ ഹീറോ. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഓഫർ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വെറൈറ്റി ഇരിക്കട്ടെ, വേറെ ലാംഗ്വേജ് ചെയ്യാനുള്ള അവസരം. അതുപോലെ പൂര് പുതിയ പൂന്തലിൻ്റെ സിംഹള ലാംഗ്വേജ് ചെയ്യാൻ എനിക്ക് ഓഫർ വന്നു. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഡേറ്റിൻ്റെ. ആ പടം 5-6 ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. അതിൽ 5 ഭാഷ ഞാൻ അഭിനയിച്ചു. സിംഹളം മിസ്സായിരുന്നു. അപ്പോൾ ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അന്ന് പ്രശ്നമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്നോട് വൈഫ് ചോദിച്ചു, സിംഹളം ഇതെന്ത് ഭാഷയാണ്? ഞാൻ സിംഹങ്ങൾ സംസാരിക്കുന്ന ഭാഷ. പുള്ളി തന്നെ ഓടിച്ചു അങ്ങോട്ട് പോകണ്ട, കാരണം അവിടെ പ്രശ്നങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഏതൊക്കെയാലും ആ ഭയങ്കര ടെൻഷനുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ പോയി ഷൂട്ട് ചെയ്തത്. പക്ഷെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ആ ഒരു ടെൻഷനൊന്നുമില്ല. ഞങ്ങളുടെ യൂണിറ്റിൽ തന്നെ തമിഴരും സിംഹളരും പല ആൾക്കാർ വർക്ക് ചെയ്യുന്നത്, അവരുടെ തന്നെ യാതൊരു പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് ഷൂട്ടിങ് നന്നായിട്ട് പോയി. ഓൾമോസ്റ്റ് 18 ഇയേഴ്സിനാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. ശരിക്കും ആ സമയത്ത് ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിച്ചിരുന്നോ? ഞാനൊരു ലാംഗ്വേജ് ടൈപ്പ് അല്ല. അല്ല, ഞാൻ പെട്ടെന്ന് ലാംഗ്വേജ് ബുദ്ധിയില്ലാത്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ലാംഗ്വേജ്. പക്ഷെ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് പഠിച്ചു പോകും. പക്ഷെ നമുക്ക് ലാംഗ്വേജ് പഠിക്കുക. ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു 15 വർഷം. അപ്പം കന്നഡ അത്യാവശ്യം മനസ്സിലാവും. പൂനെയിലുണ്ടായിരുന്നു, മറാഠി അത്യാവശ്യം മനസ്സിലാവും, തെലുങ്ക് അഭിനയിച്ചു. അങ്ങനെയൊക്കെ അത്യാവശ്യം തട്ടുമുട്ടി പോകുന്നേ ഉള്ളൂ. എല്ലാം ഏത് ലാംഗ്വേജിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇടയ്ക്കൊരു സമയത്ത് ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും ശരിക്കും എങ്ങനെയാണ് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഭയങ്കര ഒരു ചലഞ്ചാണ് അല്ലേ അഷ്കർ? പേഴ്സണൽ ലൈഫും അതെ അതെ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഭയങ്കര ചലഞ്ചാണ്. കാരണം നമ്മൾ ഇത്രയും ഓടി നടന്ന് വർക്ക് ചെയ്യുമ്പം ഫാമിലി ആയിട്ട് ആദ്യം തുടക്കകാലത്ത് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ ഫാമിലി കഴിച്ചു. അപ്പം ഒരു ഫോറിനറായിരുന്നു കല്യാണം കഴിച്ചത്. പുള്ളിയും കൊണ്ട് ഞാൻ ഇന്ത്യയിൽ വന്നു. ഒരു 9 വർഷം പുള്ളിയെ ഇവിടെ താമസിപ്പിച്ചു. അപ്പം ഞാൻ തീരുമാനിച്ചു ഇനിയും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവരെന്ത് ചെയ്യും. അപ്പൊ അതൊരു ചലഞ്ചായി. ഇപ്പൊ സിനിമ കുറച്ച് അതെ 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 എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവരുടെ ലോസ്റ്റ് ആവും. അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു സിനിമ ഒന്ന് പോയാലും കുഴപ്പമില്ല, ഇവരെ അവിടെ കൊണ്ടുവന്ന് സെറ്റിൽ. ബാബുവിനറിയാം. ബാബുവായിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു എവറി സെക്കൻഡ് തേർഡ് ഡേ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരെ അവിടെ കൊണ്ട് സെറ്റിൽ ചെയ്തു, എല്ലാം ഓക്കെ ആക്കി. പിള്ളേർ ഇച്ചിരി വളർന്നു, വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച്. ഫാമിലി ആൻഡ് സിനിമ കൊണ്ടുപോകാൻ ഭയങ്കര ചാലഞ്ചാണ് എല്ലായിടത്തും. സിനിമയിലാകുമ്പോൾ പിന്നെ കുറച്ചെന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് ഒരുപാട് സുന്ദരികളായ സ്ത്രീകളുണ്ടാവുമല്ലോ. അപ്പം വൈഫിന് ചെറിയ പേടിയും ഒക്കെ ഉണ്ടാവാം. നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ ഇല്ലേ, അത് കണ്ടിട്ട് ഏതോ ഒരു സ്ത്രീ പറഞ്ഞു ഇങ്ങനെ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നൊക്കെ. അവിടുന്ന് ഒരു റെഡ് എന്താണ് ഒരു ഇമോജി വെള്ളക്കാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പെണ്ണുമില്ല. ഞങ്ങൾക്ക് ടെക്നീഷ്യൻസിന് ഒരു ശല്യമില്ല കേട്ടോ. ഞങ്ങള് ജോലി നേരെ കുടുംബത്തിൽ ചെന്നാൽ മര്യാദക്ക് വീട്ടിൽ ഇരിക്കുക. ഞങ്ങൾക്ക് ഒരു ശല്യമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആരാധകരുമില്ല. വിളിച്ച് അയ്യോ നിങ്ങൾ ഭയങ്കര എന്ത് പറഞ്ഞില്ല. അല്ലല്ല അങ്ങനെയല്ല. അതല്ല, ഇവർക്കാണ് ഈ ആർട്ടിസ്റ്റുകൾക്കാണ് ഭയങ്കര ഫാൻസ്. അയ്യോ നിങ്ങളുടെ പടം കണ്ടു, ഞാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ബാബുവിനോട് മിക്കവാറും ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യാറുണ്ട്. പലയിടത്തും ചില ആൾക്കാർ ഞാൻ ബാബുച്ചേട്ടനെ കെട്ടാൻ നിന്നതാണ്. ഇപ്പൊ മിനിങ്ങാതെ ഒരു കുട്ടി പറഞ്ഞു ഞാൻ ചെറുപ്പത്തിലെ ബാബു ആന്റിയെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് പിടിവാശി പിടിച്ചാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആരാധനയും ഇല്ല. ഞങ്ങൾക്ക് ആൾക്കാരെ വിളിച്ച് പ്രേമം പറയാറുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ടെക്നീഷ്യൻസ് ഒക്കെ ഞങ്ങളെ വീട് ജോലി. ഒരു സമയത്ത് യുവതികളുടെ രോമാഞ്ച കഞ്ചുകതയായിരുന്നു വിന്റേജ് ബാബുച്ചൻ. ആരാധകരുടെ കാര്യം പറയുമ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സജിനായിട്ട് കൂടുതലുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു മൊമെന്റ് പെട്ടെന്ന് ആലോചിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒരു ആരാധകൻ വന്ന് പറഞ്ഞത് അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മൂവിയുടെ ആണോ ബന്ധപ്പെട്ടോ അല്ലാതെ ശരിക്കും പറഞ്ഞാൽ മൂവിയിൽ തന്നെ ഞാൻ തുടങ്ങാം. കാരണം വെച്ചാൽ ഞാൻ DNA എന്ന് പറഞ്ഞ മൂവിയിൽ തന്നെ ഞാൻ നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ക്യാമറസ് ഓടി വന്ന് നമ്മളടുത്ത് വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ചെയ്ത വർക്കിൻ്റെ കാര്യം വെച്ചിട്ട്
കുറേ ഫാൻസ്, കുറേ നമ്മളുടെ വീട്ടിൽ ഒരു അംഗം പോലെ എല്ലാവരും എന്നെ കണ്ടേക്കുന്നത്. ഓടി വന്ന് ചേച്ചി അല്ലെങ്കിൽ മോളെ നിന്നൊക്കെ വന്ന് ഓരോരുത്തർ വന്ന് കെട്ടിപ്പിടിച്ച് പറയുമ്പോഴും DNA കുറിച്ച് പറയുമ്പോഴും ഞങ്ങൾ DNA കാണുന്നതിനേക്കാളും കൂടെ അടുത്ത് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരാളാണെന്ന് പറയുന്നത് തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് അല്ലേ. നമ്മളെല്ലാം പ്രേക്ഷകരിലോട്ട് ഇറങ്ങി ഞങ്ങൾ അവരിൽ ഒരാളാവാനാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. ആ ഒരു ഭാഗ്യം കിട്ടിയതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ സാർ പറഞ്ഞൊരു കാര്യം നോട്ട് ചെയ്തത്, ക്ലൈമാക്സ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, നീ ആണോടാ കാരണം വെച്ചാൽ സത്യമാണ്. ഇതിനകത്ത് ക്ലൈമാക്സിൽ ആരാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആർക്കും അധികം അറിഞ്ഞുകൂടാ. ഞങ്ങൾ തന്നെ സെറ്റിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ പറയും, സത്യം പറയണം, നിന്റെ നോട്ടം കേട്ടിട്ട് നീയാണെന്ന് തോന്നുന്നല്ലോ, നീ ആണോടാ അല്ലെങ്കിൽ നീ ആണോടെ, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ് തമാശ പറയും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് സാറിനെ കുറിച്ച്, സാർ നേരത്തെ പറഞ്ഞ് കറക്റ്റാണ്. ഒരു ഡയറക്ടർ എന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രയും നമ്മളൊരു അടുത്ത് നിന്ന് നമുക്ക് ഈ പറയുന്ന കണക്ക് നമ്മൾ പറയുമല്ലോ, നടന്നു പോകുന്ന കുഞ്ഞിനെ മറിഞ്ഞു വീഴുമ്പോഴത്തേക്ക് കുഞ്ഞിനെ അടിച്ചിട്ടായിരിക്കും എണിക്കുന്നെങ്കിൽ അടുത്തതിന് എണ്ണിക്കുമ്പോൾ നടക്കാനൊരു പേടിയായിരിക്കും. ആ സ്ഥാനത്ത് സ്നേഹിച്ച് നമ്മൾ വന്ന് മോനെ എണ്ണിച്ച് നിൽക്കും നടക്കും എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല രീതിയിൽ. അതേപോലെയാണ് സാറ് തെറ്റ് കണ്ടാലും സാറ് സ്നേഹത്തോടെ, ആ സാറിൻ്റെ ഒരു ചിരിയുണ്ടല്ലോ, ആ ചിരിയോടെയാണ് നമ്മളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ചെയ്യാനും സാറിൽ നിന്ന് കുറേ പഠിക്കാനും പറ്റിയിട്ടുണ്ട്. അടുത്ത മൂവിയിലും അതേപോലെ തന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്നോട് വർക്ക് ചെയ്യുന്ന തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഇപ്പോ ഡിജിറ്റൽ ആയതുകൊണ്ട് എത്ര തെറ്റിച്ചാലും ചിരിച്ചുകൊണ്ട് മോളെ ഒന്നുകൂടെ എടുക്കാന്ന് ഫിലിം ആവുമ്പോഴേ അവിടെ നമ്മൾ മോളെ ഒന്നും എടുക്കാന്ന് പ്രൊഡ്യൂസർ ചാടി നമ്മുടെ കൊക്കയ്ക്ക് പിടിക്കുക. ഇപ്പൊ ഡിജിറ്റൽ ആയതുകൊണ്ട് മോളെ ഒരു കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ എടുക്കാം. സമയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പഴയ പോലെ ഇത്ര ദിവസത്തിനകത്ത് തീർക്കണം എന്നൊന്നുമില്ല, ഒന്നുകൂടെ എടുക്കാം. സ്നേഹത്തിൽ അപ്പൊ വീണ്ടും കൂടുതൽ സ്നേഹത്തിൽ അത്രേ ഉള്ളൂ. ഫിലിം ആയിരുന്നപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ കുറെ പടം ചെയ്ത പുള്ളിയുടെ ഫിലിമില്. ഇതിനകത്ത് ക്ലൈമാക്സ് അവസാനം ഓരോരുത്തരും ചോദിക്കുമ്പോൾ അന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറ്റിച്ചിരിക്കുന്നത്. ഓരോ പ്രാവശ്യം ഓരോരുത്തരുടെ പേര് പറയും. അവസാനം അന്ന പറഞ്ഞ് നിങ്ങൾ തന്നെയെന്ന് പറഞ്ഞു. അവസാനം ഗതി കെട്ട്. അപ്പൊ അങ്ങനെ അതുണ്ടായിരുന്നു. അതൊക്കെ അതിന്റെ കൂട്ടത്തിലുള്ള ഒരു ഇതാണ്. ഇത് DNA ഒക്കെ നന്നായിട്ട് വരികയാണ്. ഇനി നമുക്ക് അങ്ങനത്തെ ടൈപ്പ് പടം ചെയ്യാൻ തോന്നും. എല്ലാവരും നല്ല റിപ്പോർട്ടാണ് വരുന്നത്. ഇനി വേറൊരു പാറ്റേൺ ചെയ്യണം. എന്നിട്ട് വീണ്ടും നമ്മുടെ പഴയ സാധനം പുതിയ കുപ്പിയിലാക്കണം. അതാണ് അത് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് സാധനം. ലോകേഷ് കനകരാജ് സിനിമയിൽ താങ്കളും വേണ്ടത് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നൊരു അതിന് ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. കാരണം ഞാൻ RDX പറഞ്ഞൊരു പടം ചെയ്തപ്പോൾ അതിന്റെ അതിന് അൻപറിവ് എന്ന് പറഞ്ഞ ഫൈറ്റ് മാസ്റ്റർ ആണ്. അപ്പൊ അവര് ഭയങ്കര ക്ലോസ് ആണ്. അൻപറിവും ലോകേഷും ഭയങ്കര ഒരു ടീമായിട്ട് വന്നതാണ്. അപ്പൊ അൻപറിവ് എൻ്റെ ഞാൻ ഒരു 10 സെക്കൻഡേ ഉള്ളു എൻ്റെ ആക്ഷൻ ആയിരുന്നു RDXന്. ആക്ച്വലി ടോട്ടൽ ഒരു 1.5 മിനിറ്റേ ഉള്ളൂ ക്ലൈമാക്സിൽ. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പം അതുപോലെ തന്നെ അൻപറിവൊക്കെ എൻ്റെ ഭയങ്കര ഫാൻസാണ്. അവർ ഈ തമിഴിലുള്ള ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് ഒക്കെ അവരുടെ ഫിലിമിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ പടങ്ങൾ കണ്ടു വളർന്നവരാണ്. എനിക്ക് ഒരുപാട് പ്രായമൊന്നുമില്ല. അപ്പൊ ലോകേഷിന്റെ 1-2 ഫ്രെയിം കണ്ടു. അപ്പൊ അപ്പോഴത്തേനും അതിന്റെ കാസ്റ്റിംഗ് കഴിഞ്ഞിരുന്നു. കംപ്ലീറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞ് പടം ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നു. ഓൾമോസ്റ്റ് 50% ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പൊ ലോകേഷ് ചോദിച്ചു, ഇവരെ നമുക്ക് യൂസ് பண்ணலாம். അപ്പൊ അൻപറിവ് പറഞ്ഞ നല്ല ഫിറ്റാ ഇருக்கு, നല്ല പടുறாங்க. അപ്പൊ അങ്ങനെ പെട്ടെന്നൊരു ആഡ് ചെയ്തതാണ്. അപ്പൊ പറഞ്ഞ് പെട്ടെന്ന് കാശ്മീരിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ചെയ്തതാണ്. അപ്പൊ ഒരു പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു. അവരുടെ ആഗ്രഹം കൊണ്ട് നമ്മളെ കാസ്റ്റ്. ഞാനത് കഥ ചോദിക്കാനും പോയില്ല. ഞാനൊന്ന് ഇരുന്ന് പുള്ളിയായിട്ട് കഥ ചോദിച്ച് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്നു. കാരണം ഒരു സീക്വൻസിൽ ഒരു ലേഡിയായിട്ട് ഞാനൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കനകരാജിനോട് പറഞ്ഞു, ഇപ്പം നമുക്ക് മോഹൻലാൽ പോലും പിടിച്ചാലും ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല. അപ്പം ഞാനൊരു ലേഡിയായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പുള്ളിക്ക് ഓക്കെ നമ്മൾ ക്യാൻസൽ ഉണ്ട്. 3-4 ദിവസത്തെ ഷൂട്ടിംഗ് ക്യാൻസലായി. അപ്പം ഞാൻ ആലോചിച്ചു ഐ ഷുഡ് ഹാവ് ഡിസ്കസ്ഡ് വിത്ത് ലോകേഷ്. പക്ഷെ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും നല്ല സംഭവങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല, ഒരിക്കലും ബ്ലെയിം ചെയ്യുന്നില്ല. അവരുടെ ആഗ്രഹം കൊണ്ട് എന്നെ കാസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ് ആക്ച്വലി. പിന്നെ രഞ്ജിത് സാറിൻ്റെ പടത്തിൽ ചെയ്യാം, അല്ലെ അടുത്ത പടത്തിൽ ചെയ്യാം. ജസ്റ്റ് ഒരു ടെസ്റ്റ്. ബാബു പറഞ്ഞ ഒരു ടെസ്റ്റ്. ഒത്തിരി സന്തോഷം കേട്ടോ. ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് കേട്ടോ. എല്ലാവർക്കും മാക്സിമം പ്രേക്ഷകരോടും നമ്മൾ അറിയിക്കുകയാണ്, പടം കാണണം, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.
നിങ്ങൾ അനുഗ്രഹിക്കണം. എന്നാൽ നമുക്ക് അടുത്തടുത്തേക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യവും ഇഷ്ടവും ഒരു ധൈര്യവും വരത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മുടെ ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മലയാളത്തിലെ വളരെ സീനിയർ ആയിട്ടുള്ള സംവിധായകൻ ശ്രീ PS സുരേഷ് ബാബു, അതിലെ അഭിനേതാക്കളായ ബാബു ആന്റണി, അഷ്കർ സൗദാൻ, ഹന്ന കോശി, സജിന, എല്ലാവർക്കും പ്രസ് ക്ലബിന് വേണ്ടി, തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെത്തിയ എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.